എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാർ. ഇതിന് വേണ്ടതായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1/2 കിലോ വരുന്നതായ 2 മാങ്ങ, പെട്ടെന്ന് വെന്തു പോകാത്തതായ മാങ്ങയായിരിക്കണം. കിളിച്ചുണ്ടൻ, സേലൻ, ഗോമാങ്ങ ഇങ്ങനെയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലുള്ള അച്ചാർ ചെയ്തെടുക്കാൻ പറ്റും. ഒരു മുഴുത്ത കഷ്ണം ഇഞ്ചി, 1 കൂട് വെളുത്തുള്ളി, 2 തണ്ട് കരിവേപ്പില. ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ മാങ്ങ 1/2 കിലോ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം പാത്രത്തിന് മൂടി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കേണ്ടതിനായിട്ട് ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവായിട്ട് പൊട്ടിക്കുക. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് നമുക്ക് അതിനോട് കൂടെ ചേർത്ത് പൊട്ടിക്കാം. അത് പൊട്ടിയതിന് ശേഷം ആദ്യം നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചതായ ഇഞ്ചി ഇട്ട് നന്നായി ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം വെളുത്തുള്ളിയും കൂടെ അതിനോട് കൂടെ ഇടുക. കാരണം എന്ന് വെച്ചാൽ വെളുത്തുള്ളി ആദ്യം നമ്മളിട്ടാൽ അത് പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാനിടയുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത് വെളുത്തുള്ളി ചേർക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പാതി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. മുളക് പൊടി നന്നായി ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് തന്നെ അത് കരിഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതായ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഈ കരിവേപ്പിലയുടെ മണം എല്ലായിടും ഒന്ന് ആയിത്തീരാൻ വേണ്ടിയിട്ട് നമ്മളത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ച് ചേർക്കുകയാണ്. അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന വിനാഗിരി തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ ഒരു അല്പം നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമ്മളൊന്ന് മൂടി അടച്ചു വെച്ച് ആവി കയറ്റാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ച് ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും. അതിനുശേഷം മൂടി അടച്ച് വെച്ച് ചെറിയൊരാവി കയറിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കാം. പാത്രത്തിന് മൂടിയ മാറ്റിയ ശേഷം അതിൻ്റെ ആവിയെല്ലാം പോയി കഴിയുമ്പോൾ നമുക്കിത് കോരി ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ചോറ് കഴിക്കാനും കഞ്ഞി കുടിക്കാനും മറ്റ് കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു അച്ചാർ മാത്രം മതി. നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ആഹാരം കഴിക്കാം.
നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഒത്തിരി ചിലവൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു അച്ചാറാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.